നമ്മുടെ ചിന്തയ്ക്കായി നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ വെച്ച് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധിക്കകത്തോ അല്ലെങ്കിൽ വലിയ പ്രയാസത്തിനകത്തോ ഒക്കെ നിൽക്കുമ്പോഴായിരിക്കും ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ പറയുന്നതും ചില 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 വാക്കുകൾ, ചില പ്രോമിസസ് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഓർക്കും, ഇതെങ്ങനെ നടക്കാനാ കർത്താവേ, ഇതേത് നേരത്ത് നടക്കാനെന്ന് വെച്ചാൽ അവസ്ഥകളൊക്കെ കണ്ടില്ലേ, ഈ അവസ്ഥയുടെ നടുവിൽ കർത്താവ് ഉറപ്പ് പറയുന്നേ, ഇല്ലില്ല നടക്കും നടക്കും എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ഇസഹാക്കിനോട് ദൈവം അപ്പന് കൊടുത്ത, അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം ഇസഹാക്കിന് കൊടുക്കുന്നുണ്ട്. ഒരു സാധ്യതയും ഇല്ലാത്തപ്പോഴാണ് കൊടുക്കുന്നത്. എന്നുവെച്ചാൽ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം, ജെനസിസ് ചാപ്റ്റർ 26, അത് തുടങ്ങുന്നത്, 1-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: A severe famine now struck the land, as had happened before in Abraham's time. So Isaac moved to Gerar, where Abimelech, king of the Philistines, lived. എന്ന് വായിച്ച്. അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ ഇസഹാക്ക് ഗരാറിൽ ഫലസ്തീനയുടെ രാജാവായ അബിമേലെക്കിന്റെ അടുക്കൽ പോയി. ആമേൻ, സ്തോത്രം. കണ്ടോ, ആ ഒരു പ്രതിസന്ധി മനസ്സിലാവുന്നുണ്ടോ? ഇസഹാക്കിൻ്റെ സമയത്ത് വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട്, വലിയ ക്ഷാമം, വലിയ ദാരിദ്ര്യം പിടിച്ച അവസ്ഥ, വലിയ ഇടുക്കവും ഞെരുക്കവും, ഇനി എന്തോ ചെയ്യും എന്ന് പറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടായിട്ട്, ഇത്രയധികം ഈ ബുദ്ധിമുട്ടുണ്ടായിട്ട് തിരുവചനം പറയുന്നു ഇസഹാക്കിന് ശത്രുവിൻ്റെ രാജ്യത്ത് പോയി ജീവിക്കേണ്ടി വന്നെന്ന്. ഇസ്രായേലിൻ്റെ വലിയ ബദ്ധശത്രുവാ ഫിലിസ്തീയർ. ഈ ഫിലിസ്തീയരുടെ നടുവിൽ പോയി ജീവിക്കേണ്ടി വന്നു, ശത്രുവിനെ പോയി ആശ്രയിക്കേണ്ടി വന്നു. എനിക്കൊന്നിച്ചിരി കടം താ, എന്നെ ഒന്ന് സഹായിക്ക്, ഇങ്ങനെ അവസ്ഥ, ഒന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം, ഒന്ന് വാടകയ്ക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ദേശത്തു നിന്ന്, അല്ലെങ്കിൽ എവിടെ ആയിരുന്നു താൻ വീട് വെച്ച് താമസിച്ചിരുന്നത്, എവിടെ ആയിരുന്നു സ്വസ്ഥതയ്ക്കകത്തിരുന്നത്, പെട്ടെന്ന് ആ സ്വസ്ഥതയെല്ലാം മാറി വലിയ ക്ഷാമമുണ്ടായി, വലിയ പ്രതിസന്ധി ഉണ്ടായി. ഫിലിസ്തീയരുടെ അകത്ത്, അല്ലെങ്കിൽ ശത്രുവിൻ്റെ അടുക്കൽ, ഇവരോട് ഇഷ്ടമില്ലാത്തവരുടെ അടുക്കൽ ചെന്ന് താമസിക്കേണ്ടി വന്നു. സ്തോത്രം. അപ്പം ശത്രു പറഞ്ഞു കാണും, കണ്ടില്ലേ അവരെന്നേലും എൻ്റെ അടുത്ത് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു കാണും. അങ്ങനത്തെ ലോകത്ത് ആൾക്കാരുണ്ടല്ലേ. കണ്ടോ, അവർക്ക് ബുദ്ധിമുട്ട് വന്നപ്പം കണ്ടോ, ഇപ്പം എന്നെ അന്വേഷിച്ച് വന്നത് കണ്ടോ, എൻ്റെ അടുത്ത് വന്നത് കണ്ടില്ലേ. ചിലവർ അങ്ങനെ ശപിക്കാറുണ്ട്. അവർ പറയും, ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോൾ ഇവർ വരും, തള്ളിക്കളഞ്ഞതിൻ്റെ അടുത്ത് വരും എന്നൊക്കെ പറയാറുണ്ട്. സ്തോത്രം. അതേപോലെ നടന്നു ഈ ഇസഹാക്കിൻ്റെ കാലത്ത്. പക്ഷേ ഇസഹാക്കിൻ്റെ കാലത്ത് ഇങ്ങനെ ഈ വലിയ തകർച്ചയ്ക്കകത്ത്, വലിയ ബുദ്ധിമുട്ടിനകത്ത് ഇങ്ങനെ നടക്കുമ്പം ദൈവം കൈവിട്ടില്ല. ദൈവം വന്നിട്ട് ആ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ഇസഹാക്കിന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നിട്ട് ഇസഹാക്കിനോട് പറയുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. 3-ാമത്തെ തിരുവചനം തൊട്ട് അങ്ങോട്ട് പറയുക, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ അപ്പനെ ഞാൻ അനുഗ്രഹിച്ചതുപോലെ നിന്നെ ഞാൻ അനുഗ്രഹിക്കും, ഒരു പക്ഷേ അതിലും അപ്പുറം നിന്നെ അനുഗ്രഹിക്കും. എന്താ? നീ ഒരു വിശ്വസ്തനായ, എൻ്റെ നല്ല കൂട്ടുകാരനായ, നീതിമാനായ അബ്രഹാമിൻ്റെ മകനാ നീ. അത് കാരണം അബ്രഹാമിനെ അനുഗ്രഹിച്ചതിനപ്പുറം നിന്നെ ഞാൻ അനുഗ്രഹിക്കും എന്ന് വന്നിട്ട് കർത്താവ് പറയുക. കണ്ടോ, അതിൻ്റെ 3-ാം തിരുവചനം ഒന്ന് വായിച്ച്. ഈ ദേശത്ത് താമസിക്കുക, നീ തൽക്കാലം നീ ഇവിടെ താമസിക്കുക, ശത്രുവിൻ്റെ നടുവിലാണെന്നൊന്നും നീ ബോധർ ചെയ്യേണ്ട, നീ അവിടെ അങ്ങ് താമസിച്ചിട്ട് ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കും. കണ്ടോ, ഞാൻ നിൻ്റെ കൂടെ ഇരുന്ന ഇസഹാക്കെ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി സമയത്ത് നമ്മൾ ചിലപ്പം കേൾക്കാതെ പോകുന്നതാ, നമ്മുടെ ആത്മകാതുകളൊന്നും തുറക്കാഞ്ഞിട്ട് നമ്മൾ കേൾക്കാതെ പോകുന്നതാ. നമ്മൾ എന്ത് പറയും, മനുഷ്യരെന്ത് പറയും, ഭയങ്കര വിശ്വാസം, ഭയങ്കര കയ്യടി ആരാധനയൊക്കെയാ, ഒന്ന് തീ കത്തിക്കുന്ന വണ്ണം ആരാധിക്കും. പക്ഷെ പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? പ്രതിസന്ധിയിലെല്ലാം നോക്കിയിട്ട് താടിക്കും കൈ കൊടുക്കും, പ്രതിസന്ധിയെല്ലാം നോക്കിയിട്ട്
കർത്താവിനോട് ചോദിക്കും, കർത്താവെ ഞാൻ എത്ര വിശ്വസ്തതയായി നിന്നത്, എന്നിട്ടും എന്താ ഈ വിഷയം എന്നൊക്കെ പറയും. പക്ഷേ കണ്ടോ ഹാലിയ, കർത്താവ് അതിൻ്റെ ഇടയിൽ സംസാരിക്കുന്നുണ്ട് നമ്മളോട്. വലിയ വിഷയമൊക്കെ വരുമ്പോൾ നമ്മുടെ പദവി മറന്നു പോവല്ലേ, ദൈവമക്കളാണ്, ദൈവത്തിൻ്റെ കൺമണിയാണെന്നൊന്നും മറന്നു പോകല്ലേ. ആ പ്രതിസന്ധിക്കകത്തൂടെ കർത്താവ് സംസാരിക്കുക. കർത്താവ് ഇസഹാക്കിനോട് സംസാരിച്ചിട്ട് പറയുക, എന്നിട്ട് വായിച്ച താഴോട്ട്, ഞാൻ നിന്റെ കൂടെ ഇരുന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും, എന്നിട്ട് നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും. ഓ ഹല്ലേലൂയ. ആരുടെ ദേശമാ? ശത്രുവിന്റെ ദേശം ഞാൻ നിന്റെ കയ്യിൽ തരുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ കൊള്ള മുതലെടുത്ത് നിന്റെ കയ്യിലോട്ട് ഞാൻ തരും ഇസഹാക്കേന്ന്. ഹല്ലേലൂയ. അവർക്ക് അന്യതക്കാരുടെ കയ്യിൽ, നീ എവിടാണോ ഇന്ന് നീ വന്ന് താമസിക്കുന്നത്, ചിലപ്പം തല കുനിച്ചൊക്കെ ആയിരിക്കും നീ ഇറങ്ങേണ്ടി വരുന്നത്. പക്ഷെ ഇവർ ഭാവി നിന്നെ കളിയാക്കും, അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഈ കളിയാക്കുന്നവർ, ഈ വിരൽ ചൂണ്ടുന്നവരുടെയൊക്കെ സ്വത്തുക്കൾ എടുത്തിട്ട് ഞാൻ നിനക്കും നിന്റെ തലമുറയ്ക്കും തരുമെന്ന്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വാഗ്ദത്തം വലുതാ അല്ലേ? ഇസഹാക്കിന് തിരിഞ്ഞു നിന്ന് ചോദിക്കാമായിരുന്നു, എന്താ കർത്താവെ പറയുന്നത്? ഞാൻ ഇവിടെ അന്യനും പരദേശിയുമായിട്ടൊക്കെ വന്ന് ജീവിക്കുക, ഇവരെന്നെ കളിയാക്കും, ഇവരെന്നെ അതും ഇതും പറയും. അതുമാത്രമല്ല, ദേ എൻ്റെ പോക്കറ്റിനകത്ത് നോക്കിക്കേ, 10 പൈസയില്ല, ഇവിടെ കൊടും ക്ഷാമമാ എന്നൊക്കെ ഇസഹാക്കിന് പറയാമെന്ന് വെച്ചാൽ അതാ കാണുന്നത് അല്ലേ? കാണുന്നത് വിളിച്ച് പറയാമായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, ഇസഹാക്ക് തീരുമാനിച്ചു. ഇസഹാക്കിൻ്റെ ജീവിതത്തിനകത്ത് ഇസഹാക്ക് തീരുമാനിച്ചു, ഇല്ല, ദൈവം പറയുന്നത് വിളിച്ച് പറയാം. ദൈവം എന്തിനാ ഈ ക്ഷാമകാലത്ത് ഇസഹാക്കിനോട് ഇങ്ങനെ വലിയ കാര്യങ്ങൾ പറഞ്ഞത്? എന്താന്ന് വെച്ചാൽ ക്ഷാമകാലത്ത് വിളിച്ചു പറയേണ്ടത് ദൈവം പറഞ്ഞതാ വിളിച്ചു പറയേണ്ടത്. അതിന് മുന്നേറായിട്ട് ഇത് കൊടുത്തത്. സ്തോത്രം. നമ്മളുടെയൊക്കെ ജീവിതങ്ങൾ നോക്കുമ്പോൾ ഹല്ലേലൂയ, വലിയ പ്രതിസന്ധിക്കകത്തൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കർത്താവ് ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടാവും. ആ വാഗ്ദത്തെ കയറി പിടിച്ചിട്ട് വേണം അത് വിളിച്ചു പറയാൻ. ഹല്ലേലൂയ. സ്വപ്നങ്ങളും കർത്താവ് ഏൽപ്പിച്ച ദർശനങ്ങളും കർത്താവ് മടിയിലിട്ട് തന്ന ചില നന്മകളും ഇതൊക്കെ ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം പറയണം. ഈ ഭൂമിയിൽ കാണുന്ന, നമ്മൾ കടന്നു പോകുന്ന എത്ര പ്രതിസന്ധിയാണെങ്കിലും ആ പ്രതിസന്ധിയെക്കാട്ടിലും വലിയവനായ ഒരു കർത്താവുണ്ട്. മരുഭൂമിയെക്കാട്ടിലും വലിയവനായ ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പ്രതിസന്ധിയും ഹല്ലേലൂയ നമ്മൾക്ക് സ്വർഗം കിട്ടാതെ പോകുന്നതിലും വലിയ പ്രതിസന്ധി ഒന്നുമില്ല. ഇന്ന് ഹല്ലേലൂയ നമ്മൾക്കൊക്കെ സ്വർഗം ഉറപ്പ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്ക് നിത്യത ഉറപ്പ് തന്നിട്ടുണ്ട്. ഇതിലും വലിയ ഒരു മഹാഭാഗ്യം വേറെ ഒന്നുമില്ല. സ്തോത്രം. എത്ര പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോഴും ഹല്ലേലൂയ പ്രശ്നത്തിനെയൊക്കെ നോക്കിയിട്ട് പറയണം, നിസ്സാരമാ. ഹല്ലേലൂയ. ഈ വലിയ ക്ഷാമകാലത്ത് വന്ന് അന്യദേശത്ത് പാർക്കാൻ നേരത്ത് തന്നെയാ ദൈവം വന്നിട്ട് പറയുന്നത്. എന്തിനാ ഇത് പറഞ്ഞത്? ഇവൻ്റെ മനസ്സ് തകർന്നു പോകല്ല്, ഇസഹാക്കിൻ്റെ മനസ്സ് ഇടിഞ്ഞു പോകല്ല്, ഇസഹാക്കിൻ്റെ സ്വപ്നം നഷ്ടപ്പെട്ടു പോകല്ല്, ഇസഹാക്കിൻ്റെ ലക്ഷ്യം മാറിപ്പോകല്ല്. അതിനുവേണ്ടി ദൈവം വന്നിട്ട് പറയുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ കൂടെ ഇരുന്ന് നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നമ്മളെക്കാട്ടിലും വിശ്വാസമായിരുന്നു ഇസഹാക്കിന്. ഇസഹാക്ക് ഇത് കേൾക്കാത്ത താമസം ഇത് കയറി പിടിച്ചു. ഇസഹാക്ക് എന്നിട്ട് എന്ത് ചെയ്തു? ഹല്ലേലൂയ. അതിൻ്റെ 12-ാം തിരുവചനത്തിനകത്ത് വചനം പറയുന്നു, ഈ ക്ഷാമകാലത്ത് ദൈവം പറഞ്ഞില്ലേ ഞാൻ നിനക്ക് ഈ ദേശം തരാമെന്ന്. അപ്പം അധ്വാനിക്കാത്തവൻ എങ്ങനെ ദൈവം ദേശം കൊടുക്കും? ഇസഹാക്ക് അധ്വാനിച്ചു. ഇസഹാക്കിന് ഈ ദേശം കൊടുക്കുമെന്ന് പറഞ്ഞപ്പം ഇസഹാക്ക് എന്ത് ചെയ്തു? തൻ്റെ സ്വന്തം ഭൂമിയെ പോലെ ആ ദേശത്തെ അങ്ങോട്ട് കാണാൻ തുടങ്ങി. ഇസഹാക്ക് അതിനകത്തോട്ട് വിതയ്ക്കാൻ തുടങ്ങി. സ്തോത്രം. വലിയ ക്ഷാമമാണ്. വലിയ ക്ഷാമമായിരിക്കുമ്പം വെള്ളം കാണത്തില്ല, എല്ലാം ബുദ്ധിമുട്ടാണ് അല്ലേ? അതാ സമയത്തൊക്കെ അവർ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്തൊക്കെ ജീവിക്കുക അവർ ആ കാലത്ത്. അപ്പം ക്ഷാമം വന്നപ്പോൾ അവരുടെ കൃഷികളൊക്കെ നിലച്ചിട്ടുണ്ടല്ലോ. പക്ഷേ തിരുവചനം പറയുന്നു, ഇസഹാക്ക് കേട്ടു, ഈ ദേശം ഞാൻ നിനക്ക് തരുമെന്ന്, നിന്റെ തലമുറകൾക്ക് തരുമെന്ന് കേട്ടപ്പോൾ എന്ത് ചെയ്തു? ആ ദേശത്ത് ക്ഷാമമാണെങ്കിലും കൃഷി ഇറക്കി. സ്തോത്രം. തിരുവചനം പറയുന്നു, ഇസഹാക്ക് ആ ദേശത്ത് കൃഷി ഇറക്കിയപ്പം ഇത്രയും നാളും കണ്ടിട്ടില്ലാത്ത ഒരു കൊയ്ത്ത്
എടുത്തു. ഒരു വിളവെടുത്തു. ഇന്നലെ നമ്മൾ കേട്ടല്ലേ, വിശ്വാസത്താൽ ചിലത് ചെയ്യണം, വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുക്കണം. സാധ്യതയില്ല, പക്ഷേ വിശ്വാസത്താൽ ആ സ്റ്റെപ്പ് എടുക്കുന്നേ. കാറ്റ് കണ്ടില്ല, കോള് കണ്ടില്ല, പക്ഷേ വെള്ളം കൊണ്ട് നിറഞ്ഞു, സകല സ്ഥലങ്ങളും വെള്ളം കൊണ്ട് നിറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇസഹാക്കിനോട് ദൈവം വന്നിട്ട് പറയുക, ഇസഹാക്കെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുക, നിന്റെ തലമുറകൾ നന്മ അനുഭവിക്കും, നീ ഈ ദേശത്ത് വാഴും, ഈ സ്ഥലമെല്ലാം ഞാൻ നിനക്ക് തരും. അപ്പോൾ ഇസഹാക്ക് എന്ത് ചെയ്തു? വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുത്തു. നാളെ ഇതെൻ്റെ സ്ഥലമായി തീരും എന്നുള്ള ഉറപ്പിൽ അവിടെ അങ്ങോട്ട് കൃഷിയിട്ടു. ഹല്ലേലൂയ. കൃഷിയിട്ടിട്ട് തിരുവചനം പറയുന്നു, അവൻ 100 മേനി അവിടെ ഫലം കൊടുത്ത് ദൈവം അവനെ അനുഗ്രഹിച്ച്. അതിൻ്റെ 13 പറയുന്നു, അവൻ വലിയ ധനവാനായി. ഹല്ലേലൂയ. എന്നിട്ട് അതിൻ്റെ 14 പറയുന്നു, ഫിലിസ്തീയർക്ക് അവനോട് ഭയങ്കര ശത്രുതയുണ്ടായി, ഭയങ്കര അസൂയുണ്ടായി. ഇന്നൊന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞ്, കർത്താവ് എന്നെ അനുഗ്രഹിക്കുന്നത് കണ്ടിട്ട് മറ്റുള്ളവർക്കൊക്കെ അസൂയ തോന്നും. അസൂയപ്പെടട്ടെന്നേ. ഹല്ലേലൂയ. കർത്താവ് എന്നെ അനുഗ്രഹിക്കുന്നേ എന്ന് പറഞ്ഞാൽ എന്നെയും എൻ്റെ തലമുറയും എൻ്റെ കുടുംബത്തിനെയും എൻ്റെ സകല മേഖലയും അനുഗ്രഹിക്കുന്നത് കണ്ടിട്ട് അനേകർക്ക് അസൂയുണ്ടായിട്ട് അസൂയക്കാരൊക്കെ എന്ത് ചെയ്തു? അവർ വന്നിട്ട് എല്ലാ കിണറും അങ്ങ് അടച്ചു വെച്ചു. കിണറില്ലെങ്കിൽ അവിടെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. ഉറവ അടച്ചാൽ പിന്നെ വെള്ളം ഒഴുകി വരത്തില്ല. ഉറവ അടച്ചെന്ന്. ഇന്ന് ആരെങ്കിലുമൊക്കെ വലിയ പ്രതിസന്ധിക്കകത്തൂടെ കടന്നു പോകുമ്പം എവിടുന്നാണ് നന്മ വരേണ്ടത്? ആ നന്മയുടെ ഉറവിടം അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഉറവ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, സ്വർഗത്തിൽ അതിലും വലിയൊരു ഉറവിടമായിരിക്കുന്നത് എൻ്റെ കർത്താവ് അവിടെ ഇരിക്കുന്നത്. കർത്താവ് തുറക്കുന്ന വാതിൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. കാണുന്നതൊക്കെ ശത്രുവിന് അടയ്ക്കാൻ പറ്റത്തുള്ളൂ, കാണാത്തതൊന്നും ശത്രുവിന് അടയ്ക്കാൻ പറ്റത്തില്ല. ഇന്ന് പറഞ്ഞ്, കാണുന്ന ചില സാധനങ്ങളെ, ചില മേഖലയെ ശത്രുവിന് അടയ്ക്കാൻ പറ്റത്തുള്ളൂ, കാണാത്തത് ചിലതുണ്ട്, ആ നന്മയൊന്നും ശത്രുവിന് അടച്ചു വെക്കാൻ പറ്റത്തില്ല. വരാനിരിക്കുന്ന നന്മയെ ശത്രുവിന് വിഴുങ്ങാൻ പറ്റത്തില്ല. എൻ്റെ കർത്താവ് നമ്മളും വരാനിരിക്കുന്ന നന്മകൾ കാണുന്നത് ശത്രു കണ്ടിട്ടില്ല. ശത്രുവിന് അതൊന്നും അടയ്ക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ കൈ അടച്ചു വെക്കാൻ പറ്റത്തില്ല. എൻ്റെ കർത്താവ് തുറക്കുന്ന വാതിൽ അടച്ചു വെക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഇസഹാക്ക് എന്ത് ചെയ്തു? ഇസഹാക്കിൻ്റെ ജീവിതത്തിനകത്തെ നന്മ കണ്ടിട്ട് ശത്രുവിന് അസൂയ ഉണ്ടായിട്ട് ഹല്ലേലൂയ, ശത്രു ഉറവയെല്ലാം അടച്ചു വെച്ചു. പക്ഷേ ഇസഹാക്ക് അവിടെ ചെയ്തൊരു കാര്യമുണ്ട്. ആ കാര്യം 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 9-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 1 പത്രോസിൻ്റെ ലേഖനം 3:9 ഇങ്ങനെ പറയുന്നു, ഡോണ്ട് റീപേ ഈവൽ ഫോർ ഈവൽ, ഡോണ്ട് റിറ്റാലിയേറ്റ് വിത്ത് ഇൻസൾട്ട്സ് വെൻ പീപ്പിൾ ഇൻസൾട്ട് യു, ഇൻസ്റ്റെഡ് പേ ദം ബാക്ക് വിത്ത് എ ബ്ലെസ്സിങ്, ദാറ്റ് ഈസ് വാട്ട് ഗോഡ് ഹസ് കോൾഡ് യു ടു ഡു ആൻഡ് ഹി വിൽ ബ്ലെസ് യു ഫോർ ഇറ്റ്. എന്ന് വായിച്ചേ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരെ. ആമേൻ. നിങ്ങൾ എങ്ങനെയായിരിക്കണം? അനുഗ്രഹിക്കുന്നവരായിരിക്കണം. സ്തോത്രം. ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പം പോലും പറയല്ലേ, ഓ നിങ്ങളെ ശല്യം ചെയ്തവർ നിർവീര്യമായി പോകും, അങ്ങനെയൊന്നും പറയല്ലേ. സ്തോത്രം. ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇസഹാക്ക് മിണ്ടാതെ അവിടുന്ന് ഒന്ന് മാറിപ്പോയി. ഹല്ലേലൂയ. ഇസഹാക്ക് ഭയങ്കര ക്ഷമ കാണിച്ചു. ഇസഹാക്കിന് യേശുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ ഇസഹാക്ക് അവരെ അനുഗ്രഹിച്ചേനെ. എന്നിട്ടും യേശുവിനെ അറിയാഞ്ഞിട്ട് പോലും ദൈവം വലിയവനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്തു? മിണ്ടാ ദേശത്തുനിന്ന് കടന്നുപോയി. ശല്യം ചെയ്തവരെയും ഉപദ്രവിച്ചവരെയും പ്രാഗിയില്ല, ബഹളം വെച്ചില്ല, പിടിച്ചു പറിച്ചില്ല, ഇതെൻ്റേതാണെന്ന് പറഞ്ഞ് അവകാശം പറഞ്ഞ് അവിടെ നിന്നില്ല. തിരുവചനം പറയുന്നു, ഹല്ലേലൂയ, അതിൻ്റെ 17 പറയുന്നു, ഐസക് മൂവ്ഡ് അവേ ടു ദ ഗെറാർ വാലി വേർ ഹി സെറ്റ് അപ്പ് their tents and settled down. തിരിച്ച് താന് ഗെറാറിലേക്ക് മടങ്ങിപ്പോയി. അതൊന്ന് വായിച്ചേ. അങ്ങനെ ഇസഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഗെരാർ താഴ്വരയിൽ കൂടാരം അടിച്ച് അവിടെ മാറി. എവിടെ ആയിരുന്നോ നിന്ന് കിണറുമൊക്കെ കുത്തി വളരെ സന്തോഷമായിട്ടിരുന്ന് ശത്രു വന്നിതെല്ലാം അടച്ചപ്പം ഒന്നും മിണ്ടാതെ
താൻ മാറിപ്പോയി. ഹല്ലിയ, ഇതെൻ്റേതാണെന്ന് പറഞ്ഞ് ബഹളം വെച്ചില്ല. തിരുവചനം നമ്മളോട് പറയുന്നു, ശകാരത്തിന് ശകാരമല്ല, പക്ഷേ ശകാരത്തിന് പകരം അനുഗ്രഹം. ഹല്ലിയ, തിന്മയ്ക്ക് പകരം അനുഗ്രഹം. ഹല്ലിയ, സ്വസ്ഥത എടുത്തവരെയൊക്കെ അനുഗ്രഹിച്ച്, ഹല്ലിയ, കുറ്റം പറഞ്ഞവരെയും കളിയാക്കിയവരെയും ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ചില നന്മകളൊക്കെ പ്രാപിക്കണമെങ്കിൽ ഹല്ലിയ മനഃപൂർവ്വമായിട്ട് അനുഗ്രഹിച്ചേ പറ്റൂ. മനഃപൂർവ്വമായി ഹൃദയം തുറന്നു കൊടുത്തേ പറ്റൂ. ഹല്ലിയ, മനഃപൂർവ്വമായിട്ട് കയ്പും വെറുപ്പും ഒക്കെ മാറ്റി വെച്ചിട്ട് ഹല്ലിയ കർത്താവിൻ്റെ സന്നിധിയിൽ കയറി ഇരുന്നിട്ട്, എൻ്റെ കർത്താവെ അവരെ ഒന്ന് അനുഗ്രഹിക്കണം, അവരുടെ ജീവിതം ഒന്ന് സ്വസ്ഥമാക്കി കൊടുക്കണം, അവരും ഈ നല്ല യേശുവിനെ അറിയാൻ ഇടയാക്കണം. ചിലവരൊക്കെ യേശുവിനെ അറിഞ്ഞവരാ ചില വിധത്തിലൊക്കെ ഉപദ്രവിക്കുന്നത്. പക്ഷേ കർത്താവിനോട് പറയണം, കർത്താവെ അവരെ ഒന്ന് അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണം, അവരോടൊന്ന് മനസ്സലിവ് തോന്നണം, അവർക്ക് വേണ്ടി ഒന്ന് കരയണം. എന്താന്ന് വെച്ചാൽ യേശുവിനെ അറിയാതെ പോയത് കാരണമല്ലേ അവരൊക്കെ, അല്ലെങ്കിൽ അറിയേണ്ട വണ്ണം അറിയാതെ പോയത് കൊണ്ട്, യേശുവിൻ്റെ സ്നേഹം ഹൃദയത്തിനകത്ത് ജനിക്കാത്തത് കൊണ്ടല്ലേ പലവരൊക്കെ ഉപദ്രവിക്കുന്നതും കുറ്റം പറയുന്നതും തള്ളിക്കളയുന്നതും. ഹല്ലേലൂയ, സ്തോത്രം. ഇസഹാക്ക് ചെയ്ത കാര്യം മിണ്ടാതെ അവിടുന്ന് നിന്ന് മാറിപ്പോയി. ഹല്ലിയ, മിണ്ടാതെ മാറിപ്പോയപ്പം വിശ്വസ്തനായ ദൈവം, ഇതെല്ലാം കാണുന്ന ദൈവം എന്ത് ചെയ്തു? എവിടൊക്കെ ഇസഹാക്ക് പോയോ അവിടൊക്കെ ഉറവ തുറന്നു കൊടുത്തുകൊണ്ടേയിരുന്നു. നമ്മൾ കാണുന്നു, എവിടൊക്കെ ഇസഹാക്ക് പോയോ ഇസഹാക്ക് തൊട്ടതെല്ലാം അനുഗ്രഹമായി തീർന്നു. ഇന്ന് നമ്മൾ തൊടുന്നതൊക്കെ അനുഗ്രഹമാകണോ? ഇന്ന് നമ്മൾ കാല് വെക്കുന്ന എന്തൊരു വിഷയത്തിന് കാല് വെക്കുന്നോ അതൊക്കെ നമ്മൾക്ക് അനുകൂലമായി തീരണോ? നമുക്ക് നന്മയായി തീരണോ? ഹല്ലേലൂയ, നമ്മൾ അനുഗ്രഹം കൊണ്ട് നടക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ, നമ്മൾ അനുഗ്രഹം കൊണ്ട് നടക്കണമെങ്കിൽ സ്തോത്രം, നമ്മൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. നമ്മൾ തന്നെ ഒരു അനുഗ്രഹമാകണം. സ്തോത്രം. ഇന്ന് ചിലവർക്കൊക്കെ വിട്ടുകൊടുക്കാൻ സാധിക്കത്തില്ല. ചില സാഹചര്യങ്ങളോടൊക്കെ ഒന്ന് ഗുഡ് ബൈ പറയാനും അതിനോടൊക്കെ സാരമില്ലെന്ന് പറയാനും ഒന്നും സാധിക്കുന്നില്ല. ഹല്ലേലൂയ, ഇന്ന് വിട്ടുകൊടുക്കണം. ഇന്ന് എവിടൊക്കെയാണോ കർത്താവ് നിർബന്ധിക്കുന്നത്, എവിടൊക്കെയാണോ ഓർക്കുന്നത്, ഓ ഹല്ലേലൂയ, ഒന്ന് അനുഗ്രഹിക്കണം, സാഹചര്യങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം. ഹല്ലേലൂയ, ഇസഹാക്ക് വീണ്ടും വീണ്ടും എന്ത് ചെയ്തു? അന്ന് അവനെൻ്റെ കിണർ മൂടിയില്ലേ, അവരങ്ങനെ ചെയ്തില്ലേ, ഇനിയും ഞാൻ തുടക്കത്തില്ല, ഞാൻ ഇത് ചെയ്യത്തില്ല എന്ന് വെച്ചാൽ അവരും വന്ന്, ശത്രുവും വന്ന് വെള്ളം കുടിക്കുന്ന കിണറാണ് ഇതിനകത്ത്. എന്ത് ചെയ്തു? ഇസഹാക്ക് സാരമില്ലെന്ന് വെച്ച് വീണ്ടും കിണർ കുഴിച്ചു, വീണ്ടും കിണർ കുഴിച്ചു. ഓരോ കിണർ കുഴിക്കുന്നതും ശത്രു വന്ന് അടച്ചുകൊണ്ടിരിക്കുക. സാരമില്ലെന്നേ എന്ന് പറഞ്ഞ് ഞാൻ പരിശ്രമിക്കും, കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ പരിശ്രമിക്കും. ഹല്ലേലൂയ, പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. പരിശ്രമിച്ച് ഓരോ കിണറിനകത്തും ഉറവ തുറന്ന് നോക്കുമ്പോൾ ഇവൻ പിന്നെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇത് കണ്ടപ്പം ശത്രുക്കൾ വന്നിട്ട് നാണം കെട്ടിട്ട് വന്ന് സംസാരിച്ച് അവരോട് വന്നിട്ട് പറഞ്ഞു. തിരുവചനം നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ, ഉൽപ്പത്തി പുസ്തകം 26-ന്റെ 28, 29 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അതിന് അവർ യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. ആമേൻ. We can plainly see that the Lord is with you. ഞങ്ങൾക്ക് സ്പഷ്ടമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് യഹോവ നിൻ്റെ കൂടെ എന്ന്, ദൈവം നിൻ്റെ കൂടെ എന്ന് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് നമ്മളുടെ അനുഗ്രഹങ്ങൾ കാണുമ്പോഴാണ്, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ജീവിക്കുന്നത് കാണുമ്പോഴാണ് ശത്രു സൈന്യത്തിന് മനസ്സിലാവുന്നത് ഇവൻ്റെ കൂടെ ദൈവമുണ്ടെന്ന്, ജാതികൾക്ക് മനസ്സിലാവുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന്. ഹല്ലേലൂയ, നമ്മൾ കുറേ ഭൗതിക നന്മകളിൽ കിടന്ന് ഇളകി മറിയുമ്പോഴല്ല, സ്തോത്രം, തെറ്റും കുറ്റവും ചെയ്യുന്നവർക്കും ഒക്കെ ഭൗതിക നന്മയുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ആത്മീയ വർധനവ് കാണും. ഇവന്, ഈ ഇസഹാക്കിന് അവരെയൊക്കെ ക്ഷമിക്കാനുള്ള കൃപ ദൈവം കൊടുത്തു, അവരോടൊക്കെ കരുണ കാണിക്കാനുള്ള കൃപ കൊടുത്തു. ഇത് എൻ്റേതാണെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരുന്നില്ല. ഓരോ കിണറടച്ചപ്പം അടുത്തതും തുറന്നു. ഇവരുടെയൊക്കെ ആടും മാടും ഒക്കെ അതിൽ നിന്ന് നന്മ അനുഭവിക്കുന്നുണ്ട്. സ്തോത്രം. സാരമില്ല, അവരും എടുത്തോട്ട്. ഹല്ലേലൂയ. ചിലവർക്ക് എത്രയുണ്ടേലും വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടാണ്.
ഒരു ഇല പോലും വെറുതെ കൊടുക്കത്തില്ല. സ്തോത്രം. ഹല്ലിയ. 100 കാര്യം പറഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ. ചിലവർ സൂചി കുത്തുന്ന പോലെ കുത്തിയിട്ടൊക്കെ കൊടുക്കത്തുള്ളൂ. എത്രയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം അല്ലേ? സ്തോത്രം. ഇസഹാക്ക് കൊടുത്തു. ഇസഹാക്ക് വിട്ടുകൊടുത്തു, ക്ഷമിച്ചു, എല്ലാ വിധത്തിലും വിട്ടുകൊടുത്തു നിന്നു. സ്തോത്രം. അപ്പം ശത്രുക്കൾ വന്ന് പറയുക, എതിരാളികൾ വന്ന് പറയുക, ഞങ്ങൾക്ക് കാണാം ദൈവം നിൻ്റെ കൂടെയുണ്ടെന്ന്. നിൻ്റെ സംസാരം, നിൻ്റെ പ്രവൃത്തി, നിൻ്റെ പ്രാർത്ഥനാ ജീവിതം എല്ലാം ഭയങ്കര അനുഗ്രഹമാണെന്നേ പറഞ്ഞു. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് നാം തമ്മിൽ സത്യം ചെയ്ത ഒരു ഉടമ്പടി ഉറപ്പാക്കാം. നമുക്കങ്ങ് കൂട്ടുകാരാകാം. നമുക്കങ്ങ് നമ്മുടെ ശത്രുതയൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് കൂട്ടുകാരാകാം. എന്നിട്ട് ഞങ്ങൾ നിനക്ക് യാതൊരു ദോഷവും ചെയ്യാതിരുന്നത് പോലെയും നന്മ മാത്രം നിനക്ക് ചെയ്ത് നിന്നെ സമാധാനത്തോടെ അയച്ചതുപോലെയും നീ ഞങ്ങളോട് ഒരു ദോഷവും ചെയ്യുക. കണ്ടോ, വിളിച്ചു പറയാ, നീ ഞങ്ങളുടെ നേരെ ഒരു ദോഷം പോലും നീ ചെയ്തില്ല. നീ ഞങ്ങൾക്കെതിരായി പ്രാർത്ഥിച്ചില്ല. നീ ഞങ്ങളെ നീ ശപിച്ചില്ല. നീ പറഞ്ഞില്ല പോയി അനുഭവിക്കുമെന്ന്. നീ പറഞ്ഞില്ല യേശു കണ്ടോളും, നിന്നെ നേരെ ആക്കിക്കോളും എന്നൊന്നും നീ പറഞ്ഞില്ല. നീ പ്രാർത്ഥിക്കാനിരുന്നപ്പം നീ പറഞ്ഞില്ല, കർത്താവേ കണ്ടോ അവരെന്നോട് ചെയ്തത് എന്ന് നീ പറഞ്ഞില്ലെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നീയും അനുഗ്രഹിക്കപ്പെട്ടു, ഞങ്ങളും അനുഗ്രഹിക്കപ്പെട്ടു. കണ്ടോ, സ്തോത്രം. ദൈവസന്നിധിയിൽ ഇസഹാക്ക് ഒരുപക്ഷെ പ്രാർത്ഥിച്ചു കാണും, ദൈവമേ ഇവരോടൊന്ന് കരുണ തോന്നണം, ഇവരുടെ ഉള്ളൊന്ന് തുറക്കണം, ഇവർക്ക് അങ്ങയുടെ സ്നേഹം ഒന്ന് തിരിച്ചറിയണം. ഇന്നായിരുന്നെങ്കിൽ ഇസഹാക്ക് അങ്ങനെ പ്രാർത്ഥിച്ചേനെ, യേശുവിനെ അറിഞ്ഞതുകൊണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എത്രയോ പേര് യേശുവിനെ അറിഞ്ഞിട്ടും ആരെങ്കിലും ഒന്നൊരു ചെറിയ കാര്യം പറഞ്ഞാൽ മതി, കരഞ്ഞോണ്ട് ദൈവസന്നിധിയിൽ ചെന്നിരുന്നിട്ട് പറയും, കർത്താവെ കണ്ടോ അവർ ചെയ്തത്, നീ കാണണം അവർ ചെയ്തത്, അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കർത്താവിനോട് പദം പെറുക്കും. എന്നിട്ട് പറയും, കർത്താവെ അവരെ ഒന്ന് അനുഗ്രഹിക്കണം. ഇതെല്ലാം പറഞ്ഞിട്ടാണ് പറയുന്നത്, കർത്താവെ ഇവരെ ഒന്ന് അനുഗ്രഹിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പം പറയാം, അല്ലേലും അവരെ അങ്ങനെ ചെയ്തത് കൊണ്ടാ, ദൈവം കണ്ടോ അവർക്ക് പരിഹാരം കൊടുക്കുന്നതാ എന്ന് പറയും. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ. ഇസഹാക്ക് മിണ്ടാതെ അവർക്ക് വീണ്ടും അനുഗ്രഹം ഉണ്ടായിക്കോട്ടെന്ന് പറഞ്ഞ് അവരും ഉപയോഗിച്ചോട്ടെന്ന് പറഞ്ഞ് കിണറുകൾ തുറന്നു കൊടുത്തുകൊണ്ടിരുന്നു. അവർ വന്ന് ഈ കിണറെല്ലാം കീഴ്പ്പെടുത്തി. പക്ഷേ ഇസഹാക്കൊന്നും മിണ്ടിയില്ല. എന്താണെന്നറിയോ? കിണർ തുറക്കാൻ ആരോഗ്യം കൊടുത്തത് ദൈവമാണ്. ഹല്ലേലൂയ. ഇസഹാക്കിനൊരു കാര്യം അറിയാമായിരുന്നു, എൻ്റെ ക്ഷാമകാലത്ത് വന്ന് ദേശം ക്ഷാമം അനുഭവിക്കുമ്പം എന്നോട് വന്ന് നിന്നെ ഞാൻ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ ദൈവമാണ് കൂടെ നിൽക്കുന്നത്. വാക്ക് മാറാത്തവന് ആരെന്ത് വന്ന് നന്മ എടുത്തുകൊണ്ട് പോയാലും അനുഗ്രഹിക്കാതെ മാറത്തില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു ദൈവത്തിൽ. അതുകൊണ്ട് ദൈവം തൻ്റെ സ്വഭാവം കാണിച്ചു ഇസഹാക്കിന്. ഹല്ലേലൂയ. ഓരോ കിണർ മൂടി ശത്രു എടുത്തുകൊണ്ട് പോയപ്പോഴും ഓരോന്ന് തുറക്കുന്നതെല്ലാം അതിനകത്തുനിന്ന് ഉറവ വറ്റാത്ത വണ്ണം ഉറവ കൊണ്ടുവരുക മാത്രമല്ല, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ശത്രു വന്നിട്ട് പറഞ്ഞു, ഇനിയും എനിക്ക് നിന്നോട് ശത്രുത വേണ്ട, ഞാൻ നിന്റെ മുമ്പിൽ വന്ന് നമസ്കരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമുക്ക് നമ്മുടെ ശത്രുക്കളിൽ നിന്ന് നമുക്ക് സമാധാനം തരും എന്ന് പറയുന്ന വാഗ്ദത്തം ദൈവം അവിടെ ഇസഹാക്കിന് നിറവേറ്റി. ഹല്ലേലൂയ. ചുറ്റിനും നിന്ന് കുറ്റം പറഞ്ഞവരെല്ലാം വായടച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ നമസ്കരിക്കുക നിന്റെ മുമ്പിൽ. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ. ഹല്ലേലൂയ. എന്ത് പറഞ്ഞവരും എതിര് പറഞ്ഞവരും കുറ്റം പറഞ്ഞവരും പള്ളു പറഞ്ഞവരും ഒക്കെ വന്നിട്ട് ഹല്ലേലൂയ നമ്മളുടെ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമസ്കരിക്കും. ഹല്ലേലൂയ. നമ്മുടെ കൂടെ കൂടും. ഇന്ന് പറഞ്ഞേ അവർ നമ്മുടെ പക്ഷം കൂടുമെന്ന് പറഞ്ഞേ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാമെങ്കിൽ അവർ നമ്മുടെ പക്ഷം കൂടും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം എനിക്ക് സ്വസ്ഥത തരും. ഹല്ലേലൂയ. മനുഷ്യരല്ല അതിൻ്റെ പിൻപിൽ വ്യാപരിക്കുന്ന ശക്തികൾ. പക്ഷെ നമ്മളൊന്നും ചെയ്യേണ്ട, യേശു കർത്താവിനെ ഉയർത്തിക്കൊണ്ടിരുന്നാൽ മതി. ഇസഹാക്ക് ദൈവത്തിനെ മാത്രമേ ഉയർത്തിയുള്ളൂ. അത് കാരണമായി ഇസഹാക്കിന് പറയാമായിരുന്നു, ഇനി ഞാൻ കിണർ കുത്തിയാൽ അവരെടുത്തോണ്ട് പോകും, അവരെൻ്റെ നന്മയെല്ലാം അനുഭവിക്കും. സ്തോത്രം. ഞാൻ ഇത്രയും അധ്വാനിച്ചതല്ലേ, കണ്ടു അവർ നന്മ. പക്ഷേ ഇസഹാക്ക് ഹല്ലേലൂയ വിശ്വസ്തനായ ദൈവം വിളിച്ചതിനാൽ ഹല്ലേലൂയ കിണർ കുത്തിക്കൊണ്ടേയിരുന്നു. തൊട്ടതെല്ലാം ദൈവം
അനുഗ്രഹമാക്കി തീർത്തു. ഈ കിണർ നമ്മൾ എന്നിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ കിണർ ഒന്നും അടഞ്ഞു പോകാതെ ഹല്ലേലൂയ ഇസഹാക്കിൻ്റെ തലമുറയായ യാക്കോബിന് ഇത് ലഭിച്ചിട്ട് സമരിയക്കാരി സ്ത്രീ വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ എന്താ ജനറേഷൻസ് മുമ്പുണ്ടായിരുന്ന ഞങ്ങളുടെ ആൻസസ്റ്റർ യാക്കോബിൻ്റെ കിണറല്ലേ ഇത്. ദൈവം ചില വാഗ്ദത്തങ്ങൾ പറഞ്ഞാൽ തലമുറ 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 നിൽക്കുന്ന വാഗ്ദത്തങ്ങളാണ് കർത്താവ് ഏൽപ്പിക്കുന്നത്. സ്തോത്രം. കർത്താവ് ഏൽപ്പിക്കുന്ന ഒരു വാഗ്ദത്തം പോലും നമ്മുടെ ആയുസ്സും കൊണ്ട് തീരേണ്ടതല്ല. ചിലതൊക്കെ വൈകിയേക്കും, പക്ഷെ തലമുറകൾക്ക് തലമുറകൾക്ക് നന്മ കൊടുക്കേണ്ടപ്പം കർത്താവ് ചില ഉറവകൾ തുറന്നാൽ ഉറവ തുറക്കുന്ന സമയം നോക്കണം, ഉറവ തുറക്കുന്ന ആ സാഹചര്യങ്ങൾ നോക്കണം. ഹല്ലേലൂയ. ശത്രു അതിനകത്ത് കയറി മറിയാൻ വന്നു എന്ന് ചിലപ്പം വന്നേക്കാം. ഹല്ലേലൂയ. പക്ഷേ വിവേകം ഉപയോഗിക്കണം, യേശുവിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. ചില വാതിലുകളൊക്കെ അടയുന്നത് നന്മയ്ക്ക് വേണ്ടിയാ. കർത്താവ് ചില വാതിലൊക്കെ തുറന്നാൽ ആർക്കും അടയ്ക്കാനും പറ്റത്തില്ല, ചില വാതിൽ അടച്ചാൽ ആർക്കും അത് തുറക്കാനും സാധിക്കത്തില്ല. പക്ഷേ ഹല്ലേലൂയ, ഞാൻ ഉറപ്പ് പറയാം, നമ്മൾ അനുഗ്രഹിച്ച് സ്നേഹിച്ച് കർത്താവിൽ ആശ്രയിച്ച് നിന്നാൽ ഉറപ്പായിട്ടും അതിൻ്റെ പ്രതിഫലം നമ്മൾ മാത്രമല്ല നമ്മുടെ തലമുറകൾ അത് ഉപയോഗിക്കും. ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾ അതിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കും. ഉറപ്പ് തന്നെയാ. സ്തോത്രം. ഇന്നൊന്ന് വിളിച്ചു പറഞ്ഞേ, ക്ഷാമകാലത്ത് അനുഗ്രഹിക്കുന്ന കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. മരുഭൂമിയുടെ അവസ്ഥയ്ക്കകത്ത് വാഗ്ദത്തം ചെയ്യുന്ന കർത്താവ്. വാഗ്ദത്തങ്ങളെ കയറിപ്പിടിച്ച് സ്തോത്രം ചുറ്റിനും നിൽക്കുന്ന സാഹചര്യങ്ങളെ നോക്കല്ല്, വാഗ്ദത്തങ്ങളെ കയറിപ്പിടിച്ച് മുന്നേറി ഹല്ലേലൂയ ഉറപ്പായിട്ടും വിളിച്ചു പറയണം, ഇതെനിക്ക് മാത്രമല്ല എൻ്റെ തലമുറകൾക്കുള്ള അനുഗ്രഹമാണ് കർത്താവ് കയ്യിൽ തരുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, സകല നന്മയാൽ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. കർത്താവെ, ക്ഷാമത്തിൽ നിന്ന് വിതയ്ക്കുവാൻ ഹല്ലേലൂയ ഇസഹാക്ക് ഒരു കാര്യം ചെയ്തു. ആ ക്ഷാമകാലത്ത് തനിക്ക് ഏൽപ്പിക്കും ദൈവം, ഈ ദേശം ഏൽപ്പിക്കുമെന്നുള്ള ഉറപ്പിൽ ക്ഷാമകാലത്ത് നിന്ന് വിതച്ചു. ഹല്ലേലൂയ. ഇന്ന് ഏത് പ്രതിസന്ധിക്കകത്ത് നിന്നും വിതയ്ക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. സാമ്പത്തികമായിട്ടും ആരോഗ്യമായിട്ടും അനുഗ്രഹങ്ങളായിട്ടും ഒക്കെ പല ജീവിതങ്ങൾക്കകത്ത് വിതയ്ക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ. ഇതിൻ്റെ പ്രതിഫലം ഉറപ്പായിട്ടും സ്നേഹത്തിൽ ചെയ്യുന്നത് കൊണ്ട് നാളെ കാലങ്ങളിൽ തലമുറകൾക്ക് ഇതിൻ്റെ നന്മ അനുഭവിക്കാൻ സാധിക്കും. അത് ഉറപ്പ്. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം.